എൻ്റെ ഫണ്ടിൽ 50 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണെന്ന് ഷാജി പ്രസിഡൻ്റായിരിക്കും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ബഡ് സ്കൂൾ കൊണ്ടുവന്നാൽ അത് വലിയ കാര്യമായിരിക്കും. നമ്മളെക്കാൾ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സാമ്പത്തികമായല്ല, ആരോഗ്യപരമായും ശാരീരികമായും അത്തരം ആളുകളെ കൈപിടിച്ചുയർത്താനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബഡ് സ്കൂൾ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപ കൊടുത്താൽ വലിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അതിൻ്റെ ഓർഡറും കൊടുത്തു. പക്ഷെ ഇച്ചിരി സമയമെടുത്തത് തീരാനും പിന്നെ ഉദ്ഘാടനം നടത്താനും ഒക്കെ സമയമെടുത്തു. അതുപോലെ തന്നെ എലിക്കുളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വാഗത പ്രാസംഗിയോടെ പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമാണ് അതിൻ്റെ ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിയത്. 4 വർഷങ്ങൾ അതെടുത്തു എന്നുള്ളതാണ് കഷ്ടം. ആദ്യമേ അവിടുത്തെ കാടും പടലങ്ങളും അവിടെ കിടക്കുന്ന മറ്റ് വസ്തുക്കളും മാറ്റിക്കൊടുത്തെങ്കിലേ ഇവർക്ക് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്ത് ചെയ്യാൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിനൊരു നടപടി ഉണ്ടായില്ല. ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പണിത് വരുത്തിരുന്നെങ്കിൽ പഞ്ചായത്തിൻ്റെ വരുമാനം അതുപോലെ വർദ്ധിക്കുമായിരുന്നു. അതാണ് ഷാജി ലക്ഷ്യം വെച്ചത്. ഏതായാലും അതിപ്പം താമസിയാതെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. ടെൻഡർ സ്റ്റേജിലായിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റുള്ള നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ടെൻഡർ ചെയ്യാനൊക്കെ ഇല്ല. അത് കഴിഞ്ഞാൽ ഡിസംബർ 20-ന് ശേഷം ഇമ്മീഡിയറ്റായിട്ട് ടെൻഡർ ചെയ്ത് അതിൻ്റെ വർക്ക് ആരംഭിക്കും. 1-1.5 വർഷത്തിനുള്ളിൽ അത് തീർന്നാൽ എലിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റായിരിക്കും. കാരണം പഞ്ചായത്തിന് തനതായ ഒരു വരുമാനം ഉണ്ടാകുക. ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് അവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇത് എലിക്കുളമാണെങ്കിലും പൈകയായിട്ട് ചേർന്ന് കിടക്കുന്ന, പൈക ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ആശുപത്രിയുടെ മുമ്പിലുള്ള സ്ഥലമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു വലിയ ഗുണമായി മാറും. ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ച കറണ്ട് വരി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിച്ച ഷാജിയെ ഞാൻ ആദരിച്ചപ്പോൾ അതിന് പല ഭാഗത്തുനിന്നും UDFിൽ നിന്ന് എതിർപ്പുണ്ടായി. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു, എന്നെ ജയിപ്പിച്ചു. അത് CPMൻ്റെ വാർഡാണോ അല്ലെ കോൺഗ്രസിൻ്റെ വാർഡാണോ അതുമല്ല CPIയുടെ വാർഡാണോ BJPയുടെ വാർഡാണോ എന്ന് നമ്മൾ നോക്കുന്നില്ല. അത് MLA എന്ന് പറയുമ്പം എല്ലാവരുടെയും MLA ആണ്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഓർത്തിണക്കി കൊണ്ടുപോകാനുള്ള ബാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, പാലാ ടൗണിൽ നടക്കുന്ന 4 കെട്ടിടം കൊണ്ട് പണിത് വെച്ചാൽ അതിൻ്റെ പേര് എഴുതി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ആ കൂടി പാലായിൽ കൊടുത്തിട്ടുള്ളൊരു വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ KSRTCക്ക് വരുന്ന കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്. അത് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുകയാണ്. അതിന് 3 കോടി രൂപ കൊടുത്തൊഴിച്ചാൽ ബാക്കി പണം മുഴുവൻ ഗ്രാമീണ മേഖലയിലേക്കാണ് പോയിരുന്നത്. അതിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളപ്പോൾ ഏതാണ്ട് 120 കോടി രൂപയോളം വികസന പ്രവർത്തനങ്ങൾക്കായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം മലയോര മേഖലകളിലേക്ക്. നിങ്ങളാരും പോയിട്ടുണ്ടാവില്ല. ഇല്ലിക്കല്ലും ഇലവിഴ പൂഞ്ഞര എന്നൊക്കെ പറഞ്ഞ 2 ടൂറിസ്റ്റ് സ്റ്റേഷൻസ് നാളുകളിൽ വാഗമണ്ണപ്പുറത്തേക്ക് പോകും. കാരണം ഇലവിഴ പൂഞ്ഞരയിൽ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാം. മലബാറിൽ നിന്ന് വരെയുള്ള ആളുകൾ വെളുപ്പിന് 4 മണിക്ക് എന്നാൽ അവിടെ ഉണ്ട്. അപ്പം അതൊക്കെ ഇനി നിങ്ങളൊക്കെ ഉപയോഗിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ആര് അടുത്ത ഭരണസമിതിയായിട്ട് വന്നാലും UDF ആണെങ്കിലും ശരി LDF ആണെങ്കിലും ശരി, ഞാൻ UDFിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും ആര് വന്നാലും ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായ ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനകത്ത് വികലമായ രാഷ്ട്രീയ ചിന്താഗതികൾ മാറ്റിവെക്കണമെന്നും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ ബഡ് സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞാൻ പ്രഖ്യാപിച്ചു.